നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹോം ലോൺ ട്രാപ്പിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഒരുപക്ഷെ ഹോം ലോൺ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം മാത്രം ഹോം ലോണിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹോം ലോണിന്റെ ഡെഫിനിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഹോം ലോൺ എടുക്കുന്നവർ ചെയ്യുന്ന മിസ്റ്റേക്സ്, അപ്പോൾ അതൊരു പ്രാക്ടിക്കൽ ആയിട്ട് ഒരു എക്സാമ്പിളിലൂടെ നമ്മൾ മനസ്സിലാക്കും. അതിനുശേഷം നമുക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ട് ഹോം ലോൺ എടുക്കാതെ മറ്റേതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കും. അതിനുശേഷം നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്ക് എങ്ങനെയാണ് അഫോർഡബിൾ ആയിട്ട് എത്ര ഹോം ലോൺ വരെ നമുക്ക് എടുക്കാം, അതുപോലെ തന്നെ ആ ഒരു ഹോം ലോൺ എടുക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് എങ്ങനെ ഒരു ലിക്വിഡ് പോർട്ട്ഫോളിയോ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിനോട് കൂടി എങ്ങനെ ഹോം ലോണിനെ അപ്രോച്ച് ചെയ്യണം എന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ഹോം ലോണ് എടുക്കാൻ പോകുന്നത് എന്തിനാണ്? ഒരു വീട് വെക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് വീട് വെക്കാൻ പോകുന്നത്? ഒരു ഇമോഷൻ്റെ പുറത്താകാം. അതായത് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്, വർഷങ്ങളായിട്ട് നമ്മുടെ പഴയ തലമുറകളോടുകൂടി ചിന്തിക്കുന്നത് എന്താണ്? ഒരു വീടുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഫൈനാൻഷ്യൽ സേഫ്റ്റി ഉള്ളൂ. അതുപോലെ തന്നെ ആ ഒരു വീട് നമ്മളൊരു അസറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരു വാടകയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് വാടക വെറുതെ നമ്മുടെ കയ്യിൽ നിന്ന് പുറത്തോട്ട് പോകുന്നു എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിയൽ ഡെഫിനിഷനിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഒരു അസറ്റ് എന്ന് പറയുന്നത് മണി പുട്സ് മണി ഇൻ ടു യുവർ പോക്കറ്റ് എന്ന് പറയുന്നതിനെ അസറ്റ് എന്നും, അതുപോലെ തന്നെ എ ലയബിലിറ്റി ഈസ് സംതിങ് ദാറ്റ് ടേക്സ് മണി ഔട്ട് ഓഫ് യുവർ പോക്കറ്റ്, നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ പുറത്തേട്ട് പോകുന്നതിനെ ലയബിലിറ്റി ആയിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹോം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു 20-30 വർഷം നമ്മൾ ലോൺ എടുക്കാൻ വേണ്ടി തയ്യാറാകുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഹോം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു 20-30 വർഷം ലോൺ ഇട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന് EMI പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പോക്കറ്റിൽ നിന്ന് ഔട്ട്ഫ്ലോ ആണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് ഫൈനാൻഷ്യൽ ലയബിലിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഹോം ലോണിനെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മാത്തമാറ്റിക്സ് ആണ്. നമ്മൾ ഹോം ലോൺ എടുക്കുന്ന ഒരാളുടെ ഒരു മാത്തമാറ്റിക്സ് ഞാൻ ആദ്യമേ ഒന്ന് കാണിച്ചു തരാം. അതായത് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 30 വർഷം പ്രായമുള്ള ഒരാൾ 1 കോടി രൂപയുടെ ഒരു അപ്പാർട്ട്മെന്റ് എടുക്കാൻ വേണ്ടി വാങ്ങാൻ പോവുകയാണ്. അവിടെ അദ്ദേഹം 20% ഡൗൺ പേയ്മെന്റ് കൊടുക്കാനും ബാക്കി 80% ലോണായിട്ട് എടുക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. 20 വർഷം കൊണ്ട് അടയ്ക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ടോട്ടലായിട്ട് എത്ര ഇൻട്രസ്റ്റ് പേ ചെയ്യണം എന്നുള്ള കാൽക്കുലേഷൻസ് ആണ് നമ്മൾ താഴെ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ പ്രോപ്പർട്ടി വാല്യൂ എത്രയാണ്? പ്രോപ്പർട്ടി വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് 1 കോടി രൂപയാണ് അദ്ദേഹം വാങ്ങാൻ പോകുന്ന പ്രോപ്പർട്ടിയുടെ വാല്യൂ. ഇനി ഡൗൺ പേയ്മെന്റ് ആയിട്ട് അദ്ദേഹം 20% 20 ലക്ഷം രൂപ പേ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ലോൺ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 80 ലക്ഷം രൂപ. ഓക്കെ, 80%. ബാങ്ക് ഈടാക്കുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്? ആവറേജ് 8.5% ആണ് ഓരോ വർഷത്തിലും ഈടാക്കുന്നത്. അപ്പോൾ 20 വർഷം കൊണ്ട് അദ്ദേഹം 69,426 രൂപ എന്ന മന്ത്ലി EMI പേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ടോട്ടലായിട്ട് പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും കൂടെ കൂടി കംപ്ലീറ്റ് ആയിട്ട് 20 വർഷം കൊണ്ട് നമുക്ക് ആ ലോൺ ക്ലോസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ടോട്ടലായിട്ട് എത്ര ഇൻട്രസ്റ്റ് കൊടുക്കണം 20 വർഷം കൊണ്ട്? 86,62,250 രൂപ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും കൂടെ കൂടി 1,66,62,250 രൂപ അടച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ലോൺ ക്ലോസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഈ ഒരു സിനാരിയോയിൽ. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട അതിൻ്റെ ആ ഒരു എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കോർ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ലോജിക്കാണ്. നമ്മൾ 80 ലക്ഷം രൂപ ലോൺ എടുത്ത് കഴിയുമ്പോഴത്തേനും 20 വർഷം കൊണ്ട് നമ്മൾ 86 ലക്ഷം രൂപ ബാങ്കിൽ ഇൻട്രസ്റ്റും കൊടുക്കണം. അതായത് ഡബിൾ ആയിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് നമ്മൾ എടുത്ത എമൗണ്ടിൻ്റെ അത്രയും തന്നെ ഇൻട്രസ്റ്റും കൊടുക്കേണ്ടതായിട്ടുണ്ട്. ടോട്ടലായിട്ട് നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ ഡബിൾ എമൗണ്ട് ബാങ്കിലേക്ക് പോകും. ഓക്കെ, ഇനി നമുക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പം ഒരു വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നയാൾ വീട് വാങ്ങണം എന്നാണെങ്കിൽ വീട് വാങ്ങാം. അതിന് മുമ്പ് മറ്റേതെങ്കിലും ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ടോ, നമുക്ക് അഡോപ്റ്റ് ചെയ്യാനുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പം ഇവിടെ മിസ്റ്റർ എ, മിസ്റ്റർ ബി എന്ന് പറഞ്ഞ 2 വ്യക്തികളുടെ എക്സാമ്പിളോട് കൂടിയാണ് ഞാൻ അതിനെ താരതമ്യം ചെയ്യുന്നത്. മിസ്റ്റർ എ എന്താണ് ചെയ്യുന്നത്? ഇപ്പം നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ആ ലൈവ് എക്സാമ്പിൾ അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം 1 കോടി രൂപയുടെ ആ ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങുന്നു, 20 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുക്കുന്നു, മന്ത്ലി 69,426 രൂപ വെച്ച് എല്ലാ മാസവും അടയ്ക്കുന്നു. അങ്ങനെ 20 വർഷം കൊണ്ട് ആ ലോൺ ക്ലോസ് ചെയ്യുന്നു. അദ്ദേഹത്തിന് ആ ഒരു അപ്പാർട്ട്മെന്റ് സ്വന്തമായി മാറുന്നു. അപ്പോൾ അവിടെ എന്താണ്, 69,426 രൂപ മന്ത്ലി EMI പോയി കഴിയുമ്പോഴത്തേനും അദ്ദേഹത്തിന്റെ ടോട്ടൽ മന്ത്ലി സാലറി ഒരുപക്ഷെ 70,000 80,000 അല്ലെങ്കിൽ 1 ലക്ഷം ആണെങ്കിൽ അല്ലെങ്കിൽ 1.5 ലക്ഷം ആണെങ്കിൽ അതിന്റെ 50% അല്ലെങ്കിൽ 60 70 80% EMI കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ എല്ലാ മന്ത്ലിയും വളരെ വളരെ ബാക്കിയുള്ള ചെലവിനുള്ള പൈസയൊന്നും ഇല്ലാതെ വളരെ ഞെരുക്കത്തിലായി പോകാനുള്ള ചാൻസ് ഉണ്ട് മിസ്റ്റർ എ. ഇനി മിസ്റ്റർ ബിയുടെ അവസ്ഥ എന്താണ്?
മിസ്റ്റർ ബി അതേ സമയത്ത് തന്നെ അദ്ദേഹം വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല, അയാൾ റെന്റിനാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ കയ്യിൽ 20 ലക്ഷം രൂപ ഉണ്ടായിരുന്നു ഇനിഷ്യൽ. ആ ഒരു 20 ലക്ഷം രൂപ നേരിട്ട് ലംസമായിട്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് ചെയ്യുന്നത് എന്താണ്? മന്ത്ലി ആക്ഷൻ. നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരു റെന്റ് വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ മാസവും വാടക കൊടുക്കണം. അപ്പോൾ 25,000 രൂപയുടെ വാടക കിട്ടുന്ന ഒരു വീടാണ് അദ്ദേഹം എടുത്തത്. ആ ഒരു 25,000 രൂപ എല്ലാ മാസവും അയാൾ റെന്റ് കൊടുക്കാൻ വേണ്ടി തയ്യാറാകുകയാണ്. അതിനുശേഷം നമുക്ക് ബാക്കി, ഇപ്പം 20 ലക്ഷം രൂപ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പേ ചെയ്തു, ബാക്കി 20 ലക്ഷം രൂപ നമ്മൾ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. അതായത് മിസ്റ്റർ എ ഡൗൺ പേയ്മെന്റ് കൊടുത്തത് ഇദ്ദേഹം മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടു. ബാക്കി 25,000 രൂപ ഇദ്ദേഹം വാടക കൊടുക്കാൻ തുടങ്ങി. അപ്പം ഇവിടെ 69,426 നിന്ന് ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 25,000 കുറച്ച് 44,426 രൂപ മിസ്റ്റർ ബിയുടെ കയ്യിൽ സേഫ് ആയിട്ട് കിട്ടുന്നുണ്ട്. EMI കൊടുക്കാതെ സർപ്ലസ് ആയിട്ട് കയ്യിൽ എമൗണ്ട് ഉണ്ട്. ആ ഒരു എമൗണ്ടിനെയും അദ്ദേഹം SIP ചെയ്യാൻ വേണ്ടി തയ്യാറാകുകയാണ്, മന്ത്ലി SIP ചെയ്യാൻ തയ്യാറാകുകയാണ്. 20 വർഷം കഴിയുമ്പോഴത്തേനും മിസ്റ്റർ ബിയുടെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി എന്താണ്? ലംസമായിട്ട് ആദ്യം തന്നെ 20 ലക്ഷം രൂപ ഇട്ടു. അത് 12% CAGR കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, പഴയ ഡേറ്റ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഡെക്സ് ഫണ്ടുകളൊക്കെ ഈ ഒരു 12% അധികം റിട്ടേൺ തന്നിട്ടുണ്ട്. എങ്കിലും മിനിമം ഫ്യൂച്ചറിൽ 12% റിട്ടേൺ തന്നു കഴിഞ്ഞാൽ 1.92 കോടി രൂപയാകും ആ ഒരു ഇനിഷ്യൽ 20 ലാക്ക്. അതുപോലെ തന്നെ മന്ത്ലി SIP 44,426 രൂപ സർപ്ലസ് ആയിട്ട് EMI അടയ്ക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന എമൗണ്ട് എല്ലാ മാസവും SIP ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും 4,44 ലക്ഷമായി മാറും. രണ്ടും കൂടെ കൂട്ടി ടോട്ടലായിട്ട് കയ്യിൽ ലിക്വിഡ് ആയിട്ട് വെൽത്ത് അദ്ദേഹത്തിന് 6,36 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവും. ഇനി താഴെ 20 വർഷം കഴിയുമ്പോഴത്തേനും, 20 ഇയർ കഴിയുമ്പോഴത്തേനും നമ്മൾ നോക്കുക, ഇവരുടെ ഏജ് 30 നിന്ന് 50 ആയിരിക്കും. അപ്പൊ 50 വയസ്സാകുന്ന സമയത്ത് മിസ്റ്റർ എയുടെ കയ്യിൽ അദ്ദേഹം 1 കോടി രൂപയുടെ അപ്പാർട്ട്മെന്റ് മേടിച്ചത് അതൊരു 3 കോടി രൂപയുടെ അപ്പാർട്ട്മെന്റ് ആയി മാറിയിട്ടുണ്ടാവും. മിസ്റ്റർ ബിയുടെ കയ്യിൽ എന്താണ്? മിസ്റ്റർ ബിയുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ആയിട്ട് 6.36 കോടി രൂപയുണ്ടാവും. അപ്പൊ ഓർത്ത് നോക്കുക, ആ ഒരു 20 വർഷം കഴിയുമ്പോഴത്തേനും അതിന്റെ ഇരട്ടി, ഡബിൾ ആയിട്ട് വെൽത്ത് മിസ്റ്റർ ബിയുടെ കയ്യിലുണ്ടാവും. അപ്പം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി, നമുക്ക് റെന്റിലാണേലും നമ്മൾ വീട് വാങ്ങാതെ നമ്മൾ റെന്റിനാണേലും വീട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലോജിക്കലായിട്ടാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ഫൈനാൻസ് പ്ലാൻ ചെയ്യാൻ സാധിക്കും എന്നാണ് ഈ ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത്. എങ്കിലും വേണ്ട, നമ്മൾ റെന്റിന് പോകാൻ താല്പര്യമില്ല, ഈ ഒരു മെത്തേഡ് എനിക്ക് അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല, എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും എനിക്ക് ഹോം ലോൺ എടുത്ത് വീട് വെച്ചേ പറ്റുള്ളൂ എന്ന്, അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് വാങ്ങിയേ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്നവർക്കാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് എസ്കേപ്പ് സ്ട്രാറ്റജി. അതായത് പ്രാക്ടിക്കലായിട്ട് 1 ലക്ഷം രൂപ സാലറി ഉള്ള ഒരാൾ എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന ഒരു ഓവറോൾ ഐഡിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം എക്സാമ്പിളായിട്ട് 1 ലക്ഷം രൂപയാണ് അയാളുടെ മന്ത്ലി സാലറി. അയാളുടെ റൂൾ എത്രയാണ്? 30-33 റൂളാണ് അദ്ദേഹം അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ഇവിടെ റൂൾ നമ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഹോം വാല്യൂ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് വാങ്ങുന്ന വാല്യൂ 3 ഇരട്ടി ആയിരിക്കണം അയാളുടെ 1 വർഷത്തെ സാലറിയുടെ. അതായത് അദ്ദേഹത്തിന്റെ 1 വർഷത്തെ സാലറി എത്രയാണ്? 1 ലക്ഷം ഇൻറ്റു 12 ലക്ഷം രൂപയാണ് 1 വർഷത്തെ സാലറി. അതേ ഇൻറ്റു 3 വർഷം 36 ലക്ഷം രൂപയുടെ അപ്പാർട്ട്മെന്റ് ആണ് അദ്ദേഹത്തിന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അപ്പാർട്ട്മെന്റ്. മനസ്സിലാക്കുക, റിയാലിറ്റി അതാണ്. 1 ലക്ഷം രൂപ സാലറി ഉള്ളയാളുടെ അവസ്ഥയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം 36 എന്നുള്ളത് കുറച്ച് വേരി ചെയ്യാം, 40 ലക്ഷത്തിലേക്കൊക്കെ പോകാം. അപ്പം 50,000 രൂപ ഉള്ളയാളുടെ ആണെങ്കിൽ എത്രയാണ് വരുന്നത്? 20 ലക്ഷം രൂപയുടെ വീടാണ് അദ്ദേഹത്തിന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന യഥാർത്ഥ എമൗണ്ട്. ഇതാണ് ഇതിന്റെ റിയാലിറ്റി. അല്ലെങ്കിൽ നമ്മൾ അത്രയും വലിയ 1 കോടി രൂപയുടെയൊക്കെ എടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്രയും വലിയൊരു EMI പോകും, നമുക്ക് യാതൊരു രീതിയിലും ബാക്കി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലിട്ടായിപ്പം. ഇനി നമ്മൾ റൂൾ നമ്പർ 2, 30% ഡൗൺ പേയ്മെന്റ് കൊടുക്കാൻ നോക്കുക. സ്റ്റാർട്ടിങ്ങിൽ തന്നെ 30% കൊടുക്കാൻ നോക്കുക. അതായത് 36 ലക്ഷത്തിന്റെ 30% എത്രയാണ്? 10,80,000 രൂപ ആദ്യം തന്നെ സേവ് ചെയ്ത് വെക്കാൻ നോക്കുക. അതിനുശേഷം ഹോം ലോൺ എടുത്ത് വീട് വെക്കാനോ വീട് വാങ്ങാനോ നോക്കുക, അപ്പാർട്ട്മെന്റ് വാങ്ങാനോ വീട് വെക്കാനോ നോക്കുക. ആദ്യം തന്നെ 30% ഡൗൺ പേയ്മെന്റ് ആയിട്ട് സേവ് ചെയ്തതിന് ശേഷം, 20 അല്ല 30% സേവ് ചെയ്തതിന് ശേഷം. ഇനി നമ്മുടെ മൂന്നാമത്തെ എന്താണ്? റൂൾ നമ്പർ 3, 30% EMI ലിമിറ്റ് വെക്കുക. നമ്മുടെ ടോട്ടൽ സാലറിയുടെ 30% ഉള്ളിൽ തന്നെ നിൽക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം. അപ്പോൾ നമ്മൾ 30% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്രയാണ്? 36 ലക്ഷം രൂപയാണ് നമ്മൾ ഹോം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഹൗസിന്റെ ടോട്ടൽ എമൗണ്ട്. അതിൻ്റെ അകത്ത് 10,80,000 രൂപ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുക്കുന്നു. ബാക്കി നമുക്ക് 25,00,000
20,000 രൂപയാണ് വരുന്നത് 20 വർഷത്തേക്കുള്ള ലോണ്. അത് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി 21,800 രൂപ പെർ മന്ത് നമ്മൾ EMI കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലോൺ ക്ലോസ് ചെയ്യാൻ സാധിക്കും. അവിടെ നമുക്ക് 30K, അതായത് 1,00,000ന്റെ 30% എന്ന് പറഞ്ഞാൽ 30,000 രൂപയാണ്. അപ്പോൾ 30,000-ന് താഴെ തന്നെയാണ് EMI നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കംഫോർട്ടായിട്ട് നമുക്ക് ഈ ഒരു EMI അടയ്ക്കാനും സാധിക്കും. ഇനി നമുക്ക് വരുന്നത് ബാക്കി 1,00,000 രൂപയുടെ 78,200 രൂപ നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട്. ആ ഒരു എമൗണ്ടിന് നമുക്ക് എങ്ങനെ വളരെ യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാം എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 1,00,000 രൂപയുടെ നമ്മൾ ആദ്യമേ 10,80,000 രൂപ നമ്മൾ ഇനിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചു. അത് ഡൗൺ പേയ്മെന്റ് കൊടുത്ത് നമ്മൾ വീട് വാങ്ങി. മന്ത്ലി 21,800 രൂപ വെച്ച് നമ്മൾ EMI അടയ്ക്കാൻ തുടങ്ങി. ബാക്കി 1,78,200 രൂപ നമ്മുടെ കയ്യിൽ സർപ്ലസ് എമൗണ്ട് ഉണ്ട്. ആ ഒരു എമൗണ്ടിനെ നമ്മൾ 50%, 1,00,000ന്റെ 50% എത്രയാണ്? 50,000 രൂപ പെർ മന്ത് നമുക്ക് ഡെയിലി എക്സ്പെൻസിന് വേണ്ടി മാറ്റി വെക്കുകയാണ്. ഗ്രോസറി, ഫുഡ്, യൂട്ടിലിറ്റി ബിൽസ്, ഫ്യൂൽ ആൻഡ് ട്രാൻസ്പോർട്ട്, എന്റർടൈൻമെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ 50%, 50,000 രൂപ ടോട്ടലായിട്ട് യൂസ് ചെയ്യാണ്. ബാക്കി നമുക്ക് 28,200 രൂപ ഇതെവിടെ നിന്നാണ് വന്നത്? ബാക്കി നമ്മുടെ 21,800 രൂപ നമ്മുടെ EMI പോയതിനു ശേഷം 28,200 രൂപയുണ്ട്. ഇത് നമുക്ക് SIP അല്ലെങ്കിൽ വെൽത്ത് ക്രിയേഷന് വേണ്ടി യൂസ് ചെയ്യാം. അവിടെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് SIPs ആണ് ചെയ്യുന്നത് ഏറ്റവും അനുയോജ്യം. ആർക്കെങ്കിലും മ്യൂച്വൽ ഫണ്ട് SIPs ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാനിവിടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫണ്ട് എടുക്കണം, എത്ര വെയിറ്റേജ് കൊടുക്കണം, ഏതൊക്കെയാണ് ഫണ്ടുകൾ, ടൈമിനനുസരിച്ച് അനുയോജ്യമായ ഫണ്ട്, ഗോളിനനുസരിച്ചുള്ള ഫണ്ടുകളും എല്ലാം സെലക്ട് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം അത് ഓർത്തിരിക്കുക. ഈ ഒരു 28,200 നമുക്ക് ഇൻഡെക്സ് ഫണ്ടുകളും മിഡ് ആൻഡ് സ്മോൾ ക്യാപ് ഫണ്ടുകളും എമർജൻസി ഫണ്ടുകളും ഒക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് മാജിക് ഓഫ് കോമ്പൗണ്ടിങ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 28,200 രൂപ പെർ മന്ത് SIP ചെയ്യാൻ പോവുകയാണ് 20 വർഷം കഴിയുമ്പോഴത്തേനും. ഇവിടെ നമ്മുടെ ആ ഒരു വീട്, ആദ്യത്തെ വീട് 1 കോടിയുടെ ആണെങ്കിൽ ഇത് നമ്മൾ ഏകദേശം അപ്രോക്സിമേറ്റ് 40 ലക്ഷം രൂപ എന്നുള്ള ആ ഒരു വീടാണ് നമ്മൾ. ആ വീടും നമ്മുടെ സ്വന്തമായി മാറും 20 വർഷം കഴിയുമ്പോഴത്തേനും. അതിനൊപ്പം തന്നെ 67,68,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും 20 വർഷം കണ്ട്. അത് 12% CAGR 2,14,00,000 രൂപയായി മാറും. ടോട്ടലായിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോ വാല്യൂ, ലിക്വിഡ് ക്യാഷ് 2,82,00,000 രൂപ നമ്മുടെ കയ്യിലുണ്ടാവും. ഇതാണ് ഏറ്റവും മനോഹരമായ ഒരു കാര്യം. നമ്മുടെ ഫൈനാൻഷ്യൽ ലിറ്ററസി അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ്റെ ഒരു യഥാർത്ഥ ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ കാണിച്ചു തന്നത്. അതായത് നമ്മുടെ സാലറിയുടെ 30% താഴെ EMI പോയി. ബാക്കി 50% നമ്മൾ ഡെയിലി എക്സ്പെൻസിന് യൂസ് ചെയ്തു. ബാക്കി 20-25% നമ്മൾ SIP ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ലിക്വിഡ് ക്യാഷ് ഉണ്ടായി. നമ്മുടെ ഹോം ലോണും കവർ ചെയ്തു. 20 വർഷം കഴിയുമ്പം വീട് സ്വന്തമായി. നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ലിക്വിഡ് ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടാകും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ഹോം ലോൺ എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ റെന്റിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മുടെ സൈഡിൽ കിടക്കുന്നുണ്ട് എന്ന് ഓർത്ത് നോക്കുക. അപ്പം അത് നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കുക. അത് നിങ്ങൾക്ക് അഡോപ്റ്റബിൾ ആണോ, നിങ്ങൾക്ക് കംഫർട്ടായിട്ട് തോന്നുന്നുണ്ടോ എന്ന് നോക്കുക. അത് കംഫർട്ടബിൾ അല്ലെങ്കിൽ നിങ്ങൾ ഹോം ലോണിലേക്ക് വരിക. ഹോം ലോണിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് മാത്രം യൂസ് ചെയ്ത് വീട് വെക്കുക. അതിനേക്കാളും കൂടുതൽ എക്സ്പോഷർ എടുത്ത് വെക്കാതിരിക്കാൻ നോക്കുക. അതിനൊപ്പം തന്നെ ഒരു 30% ലിമിറ്റിൽ നമ്മൾ EMI നിർത്തുക നമ്മുടെ മന്ത്ലി സാലറിയുടെ. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് SIPകൾ സ്റ്റാർട്ട് ചെയ്യുക റിമൈനിങ് എമൗണ്ടിൽ. അത് നമുക്ക് ലിക്വിഡ് ക്യാഷ്, ലിക്വിഡ് വെൽത്ത് നമുക്ക് കൊണ്ടുവന്ന് തരും. ഇനി വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് എന്താണ്, നമ്മുടെ സാലറി കൂടും. സാലറി കൂടുന്നതനുസരിച്ച് ഒരു അഡീഷണൽ SIPയും കൂടെ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ, അഡീഷണൽ EMIയും കൂടെ അടച്ചു വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ 20 വർഷം ടേൺ ഓവർ എന്നുള്ളത് കുറഞ്ഞ് ഒരു 15-16 വർഷം കൊണ്ട് നമ്മുടെ ഹോം ലോൺ തീർക്കാനും സാധിക്കും. അപ്പോൾ ഇതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും ഷെയർ ചെയ്യാൻ നോക്കുക. ഇങ്ങനെയുള്ള ജെന്യുവൻ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ നോക്കുക. അപ്പം ഓക്കെ, താങ്ക് യു.